അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രേണു സുധി ഋതപ്പനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള വീഡിയോ കണ്ടോ? എത്ര മനോഹരാലെ. ഋതപ്പൻ്റെ ഒരു വീഡിയോയിൽ പോലും ഇത്രയും മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടു പോയ ഒരു വീഡിയോ ഉണ്ട്. രേണുസുധി എയർപോർട്ടിലോട്ട് പോവുകയാണ്. കൊച്ചു കാറിൽ ഇരിപ്പുണ്ട്. രേണുസുധി ഇറങ്ങുന്ന സമയത്ത് ടാറ്റായൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഋതപ്പൻ ഫോണിൽ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല, എന്നാലും ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു വീഡിയോ. ആ കുട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷമോ ഒരു പ്രസരിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതേ പ്രായത്തിലൊരു കൊച്ചു എനിക്കുണ്ട്. അപ്പോൾ ഋതപ്പൻ്റെ മുഖത്തെ ഈ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ അമ്മയുടെ സ്നേഹം എത്രമാത്രം കൊതിച്ചിരുന്നു എന്നുള്ളത്. രേണുസുധി ജോലി തിരക്കുകൾ കാരണം കൊണ്ട് കൊച്ചിൻ്റെ അടുത്തിരിക്കാനുള്ള സമയവും അവനെ ലാളിക്കാനുള്ള സമയമൊക്കെ കിട്ടാതെ വന്നിട്ടുണ്ടാകാം. അത് ആ കൊച്ചിനെ വലിയ രീതിയിൽ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രേണുസുധി വിശ്രമം എടുക്കുന്ന ഈ സമയത്ത് ആ കൊച്ചിൻ്റെ അടുത്ത് അവളുടെ സാമീപ്യം ആ കൊച്ചിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ആ കൊച്ചിൻ്റെ മുഖത്തുള്ള ചിരിയുണ്ടല്ലോ, അത് മനസ്സ് നിറഞ്ഞു വന്നിട്ടുള്ള ചിരിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് ദിവസം വീട്ടിൽ വിശ്രമിക്കാനായിട്ട് ദൈവം രേണുവിനൊരു അവസരം കൊടുത്തത് ഈ കൊച്ചിനെ സ്നേഹിക്കാൻ വേണ്ടിയായിരിക്കും. ഈ കൊച്ചിനെ അവൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ വേണ്ടിയായിട്ടായിരിക്കും. ഈ അസുഖത്തിൽ നിന്ന് തന്നെ രേണുസുധി വളരെ പെട്ടെന്ന് സുഖം പ്രാപിച്ചിട്ട് വരും. കാരണം ഒരുവിധം ബ്രസ്റ്റ് ക്യാൻസർ വന്ന ആളുകളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രേണു രക്ഷപ്പെട്ട് വരുന്ന സമയങ്ങളിൽ അവൾക്ക് മനസ്സിലാവും എൻ്റെ മകൻ എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, എൻ്റെ സ്നേഹം എൻ്റെ മകന് ആവശ്യമായിരുന്നു, എൻ്റെ മകൻ ഇപ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. വീടിൻ്റെ അന്തരീക്ഷം കൂട്ടുകാരെ മനസ്സിലാക്കാൻ കഴിയും, വീട്ടുകാരെ മനസ്സിലാക്കാൻ കഴിയും, മറ്റു പലതിനെയും മനസ്സിലാക്കിയെടുക്കാൻ രേണുവിന് കഴിയും. രേണു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ ഇനിയുള്ള എൻ്റെ ജീവിതം സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി, എൻ്റെ അനുഭവ സാക്ഷ്യത്തിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലോകം അറിയട്ടെ ദൈവം തരുന്ന നന്മകളൊക്കെ അല്ലേ. എന്നും ഈ സന്തോഷത്തോടെ മകൻ്റെ കൂടെ ജീവിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.